ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രീം ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നെയ്റ്റി തുണി വെച്ചൊരു കഫ്താനാണ്. അപ്പോൾ എൻ്റെ അളവിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു നെയ്റ്റി തുണി എടുത്ത് നാലാക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നാലാക്കി ഫോൾഡ് ചെയ്ത ആ കോർണർ ഭാഗത്താണ്, ഫോൾഡ് ചെയ്ത വശത്താണ് ഞാനിപ്പോൾ നെക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 2 ഇഞ്ചിലാണ് നെക്കിൻ്റെ വൈഡ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ വേറെ പീസൊന്നും അറ്റാച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ഇഞ്ച് മാത്രം വൈഡും 5 ഇഞ്ച് ലെങ്ത്തും കൊടുത്തത്. ഒരുപാട് വൈഡ് കൂടണ്ട എന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം നമ്മളെ ഓപ്പൺ ചെയ്യുന്ന കോർണർ ഭാഗത്ത് ഇത് ഇതുപോലൊന്ന് വളച്ച് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഒരു സൈഡ് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നിവർത്തിയിട്ടപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു ഹോള് പോലെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് മടക്കി അടിക്കുന്നു. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് മടക്കി അടിച്ചെടുക്കണം. ഇത്രയാണ് നമുക്കിതിൽ മെയിനായിട്ട് വരുന്ന സ്റ്റിച്ചിങ്. അപ്പോൾ ഞാൻ കഴുത്താണ് ആദ്യം തയ്ക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് പെറ്റിക്കോട്ടൊക്കെ മടക്കി തയ്ക്കുന്ന പോലെ ചെറിയ വീതിക്ക് മടക്കി കൊടുത്തിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. നല്ല വീതിയൊന്നുമില്ല, നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ചെറുതായിട്ട് മടക്കി തയ്ച്ചെടുക്കുന്നത്. കഴുത്ത് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മുടെ മറ്റേ അരിക്, അതായത് അടിയിൽ നമ്മൾ ചെരിച്ച് വെട്ടിയിരുന്ന ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗം ചുറ്റിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഞാൻ മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്റ്റി തുണി എടുത്ത് കഫ്താൻ തയ്ക്കാൻ എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതുകൊണ്ട് തന്നെ ഒരു പല്ലാസ പാൻറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ലെങ്ത്തൊന്നും ഇല്ലാതെയാണ് ഒരു കഫ്താൻ ഞാൻ തയ്ച്ചെടുത്തത്. അതിൻ്റെ അടിയിലേക്ക് ഈ തുണിയുടെ ബാലൻസ് തന്നെ വെച്ചിട്ട് ഒരു പല്ലാസ പാൻറ്റ് ഞാൻ തയ്ച്ചിട്ടുണ്ട്. പല്ലാസ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. കഴുത്തും സൈഡും മടക്കി അടിച്ചിട്ട് മടക്കിയിട്ടപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഷോൾഡറിൽ നിന്ന് 6.5 ഇഞ്ച് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈക്കുഴിയുടെ അവിടെയാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 19 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഷേപ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടിയിൽ, ഏറ്റവും അടിയിൽ വേസ്റ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അളവുകൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ വെച്ച് വേണമെന്നില്ല, ഞാനിപ്പോൾ ഒരു ചെരിഞ്ഞ സ്കെയിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കൈ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. കാരണം എനിക്കിങ്ങനെ കൈ വെക്കുമ്പോൾ കാണുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെയാണ് മാർക്കിങ് വന്നിരിക്കുന്നത്. എന്നിട്ട് നല്ല വശത്ത് കൂടെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ മാർക്കിങ്ങിലൂടെ. മറച്ചിട്ടിട്ടല്ല, നല്ല വശത്തോടെ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. കഫ്താനാണല്ലോ, അപ്പോൾ കൈ ഞാൻ അടിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കൈ അടിക്കേണ്ട. ആ ഒരു ചെസ്റ്റ് അടയാളപ്പെടുത്തിയ ഒരു മാർക്കിങ് തുടങ്ങിയിട്ട് അടിയിലേക്ക് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.